ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് OTT റിലീസായ ഗോളം എന്ന സിനിമയുടെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ്, അതായത് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കൊലപാതകം നടക്കുന്നുണ്ട്. ചെറിയൊരു പ്ലോട്ട് പറയുകയാണെങ്കിൽ അത് ആരാ ചെയ്ത്, ഒരു കമ്പനിയിലെ വലിയൊരു MD ആണ് മരിച്ചത്. അപ്പോൾ അത് ആരാ ചെയ്തെന്നുള്ള ഒരു പോലീസുകാരൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ സിനിമ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ നായകനായ പോലീസിനെ കാണിക്കുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് പോവാം. അവനെ കാര്യം ഞാൻ പിടിച്ചു വിളിക്കുന്നതാണ്. തലകറിയാൻ പോലെ കാര്യം ഒപ്പില്ലേ നോക്കി വേണം ഇന്ന് കോടതി കൊടുക്കാനുള്ളത്. ആ നോക്കി കേൾക്കാം. കമ്പനിയിലെ കുറച്ച് സ്റ്റാഫിനെ IT ഫേമാണ് കേട്ടോ. ഇവരുടെ MD വന്നു. ഓണർ ഈ ലേറ്റ് ആയിട്ട് പോയി എന്നുള്ളത് ലേറ്റ് ആയിട്ട് വരാനായിട്ട് റീസൺ അല്ല. ഇവിടെ ഒരു വർക്കിംഗ് ടൈം ഉണ്ട്. അതിനുള്ളിൽ വർക്ക് തീരാത്തത് എഫിഷ്യൻസിയുടെ കുറവുകൊണ്ടാണ്. വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും ഞാൻ ഫോഴ്സ് ചെയ്യാറുണ്ടോ? അപ്പൊ അതൊന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് വേറെ രീതിയിലായി, മനസ്സിലായോ? ഞാൻ കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി. പിന്നെ ഡെയിലി എന്നെ മെയിൽ അപ്ഡേറ്റ് ചെയ്യാൻ എടുത്ത കാര്യങ്ങൾ ജിപ്സൺ ഉണ്ടാകുന്നുള്ള ലീഡ് ചെയ്യാൻ സിദ്ധു വന്നില്ലേ? പിന്നെ മീരയുടെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? ഇവനപ്പോൾ ലേറ്റ് ആയിട്ട് വരുന്നത്.
കൊച്ചായി വിളിച്ചിരുന്നു കുട്ടൂന്റെ ഫോണിൽ. അതങ്ങനെ നല്ലമ്മ, അത് ഞാൻ പറയാം. രാജേഷ് സാറേ, ആ ഫ്ലിപ്കാർട്ടിന്റെ ആപ്പ് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഡെമോ കൊടുക്കാന്ന് പറഞ്ഞേ. അവര് കൊട്ടേഷൻ അപ്രൂവ് ചെയ്തപ്പോ 1 വീക്ക് ആയി. അതൊന്ന് സ്പീഡപ്പ് ആക്കിയാൽ നന്നായിരുന്നു. സ്പീഡപ്പ് ആക്കാൻ എന്റെ വഴിയില്ല. സമയത്തിന് വന്ന് വർക്ക് ചെയ്ത എല്ലാ സ്പീഡപ്പ് ആവും. ഈ മീറ്റിംഗ് ഒന്നും ആയിക്കട്ടെ, നിങ്ങളെ വർക്കിംഗ് ഏതാന്ന് റീഷെഡ്യൂൾ ചെയ്യാണ്ട്. ഫയർ സാർ, ഒന്ന് ഇവരോട് മീറ്റിംഗ് കാണാം. ആ ഫ്ലിപ്കാർട്ട് ഡെലിവറി ആപ്പിന്റെ കാര്യം ഒന്ന് സെറ്റ് ആക്കാം. സാർ തീരുമാനമുണ്ട്, ഒരു ഫാൻസി കൂടെ ചെയ്താൽ അത് നീ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മീറ്റിംഗ് തരാൻ തിരിച്ചു വരുമ്പോൾ അത് രണ്ടു കാണിച്ചോണ്ടാ. ശരി സാർ. സാർ 3 അങ്ങോട്ട് കൊണ്ടുവരണം. ശരി സാർ. ഒരു നെറ്റ് ഷുഗർ കൂട്ടി. ഷുഗർ കിട്ടിയിട്ട് വഴക്കം അറിയില്ലേ? എനിക്ക് അവരോട് വഴക്കില്ല. എടി അഞ്ചു, ഈ ആമ്പിളേരുടെ കൂട്ടുകെട്ടൊക്കെ ഇങ്ങനെ അവർക്ക് കൂട്ടുകാർ കഴിഞ്ഞോളൂ. എത്തും കൂട്ടൊക്കെ കൂടിക്കോട്ടെ ചേച്ചി. എനിക്ക് അവരോട് പരാതിയില്ല. സാർ അവിടെ എനിക്കൊരു പാട്ട് വായിച്ചു വരും. നീ രാജീവ് മീറ്റിംഗ് അറിയല്ലോ. ഓക്കെ. ഡെമോ കാർഡ് തരണോ? ഇല്ല, ഈവനിങ് ചേട്ടാ വരെ കൊടുത്തത്. ഇല്ല, നിങ്ങൾ വയ്ക്കും, ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തു. ശരി. ഈ പതിവു യാത്രയിൽ നോവറും തടഞ്ഞു മണ്ണിൽ കാറ്റിനീളമെല്ലാം മുകർന്ന് കാപ്പുരാശകൾ മറന്ന് നിറം കടന്ന് കഥ തുടരുമോ വാനമേ ആയിരം കൈവിടാ പ്രതീക്ഷയാ വഴിതിരയുകയായി നാം സ്വയം വേണം ചിരിപ്പൂക്കും തീരം എന്നോ ഇടമെങ്കാവോ ക്ലീൻ ചെയ്യണം. മഴമായും നേരം എന്നോ വന്നെല്ലാവോ അപ്പോഴേക്കും ചായ കുടിച്ചിട്ടും വന്നു. സാറ് പുറത്തേക്ക് പോയാ? ആ ഇത് പഠിച്ചോ. സാറേ, സാറേ, ആ ജോൺ സാർ ടോയ്ലറ്റിലേക്ക് പോകണുണ്ടായിരുന്നു. സാറേ 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 രാമജിന്റെ കാര്യം ഉണ്ടായിരുന്നു സാറേ. ജോൺ സാറേ, ജോൺ സാറേ, സാറേ സാർ സംഭവം സാറേ, ജോൺ സാറേ, സാറേ, എന്താ പറ്റിയത്? ജോൺ സാറേ, സാറേ, ജോൺ സാറേ, ജോൺ സാറേ, സാറേ എന്തെങ്കിലും പറ്റി സാറേ? ആരെങ്കിലും പോയി ടോയ്ലറ്റിലേക്ക് ഇരുന്നിട്ടുണ്ടോ? എന്താ സമയമില്ല സാറേ. ജോൺ സാറേ, സാർ എന്താ സംഭവം? സാറേ ജീവിക്കാൻ പോയിട്ടാ സ്വത്തോടാ. ബാത്റൂമിൽ കുടുങ്ങി മുതലാളി. രാജീവ് സാർ എന്താ പറ്റി? ചോറാർന്ന് കിടക്കണം. മരിച്ചു മരിച്ചു. ഗോളം
ഇല്ല വേണമെന്നില്ല. നമ്മുടെ നായകനാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് ജോലിന്റെ ഫോൺ. അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ സർ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് സർ, ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. സന്ദീപ, ഈ മരിച്ച ജോൺ നമ്മുടെ മന്ത്രി സുധീഷ് മുദ്രയുടെ ക്ലോസ് ഫ്രണ്ടാ. അതുകൊണ്ട് വേറെ തന്നെയാണ് പിടിച്ചത്. കാര്യങ്ങൾ നോക്കി സന്ദീപ്, ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. യെസ് സർ, അറിയാം. ഓക്കെ, സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ബോലറ്റ് തെങ്ങിനോട് തലയിടിച്ച് മരിച്ചു. തെന്നിയോളെ മരിച്ചു എന്ന് പറയുന്നത് കൂടെയുള്ള പോലീസുകാർ. നായകൻ അത് വിശ്വസിക്കുന്നില്ല. മുഖത്തെ ശേഷികൾക്ക് റിഗമോട്ടസ് അനുഭവപ്പെടുന്നുണ്ട്. സോ മരിച്ചിട്ടൊരു 1 to 1.5 hours വരെ ആയി കാണും. ഈ വീഴ്ചയിൽ തലയുടെ പിൻഭാഗത്തുണ്ടായ ഇഞ്ചുറി ആണോ കോസ് ഓഫ് ഡെത്ത് എന്ന് ബോഡി ഡീറ്റെയിൽ ആയി ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ ഒരു ബലപ്രയോഗം നടന്ന ലക്ഷണമൊന്നും ബോഡിയിലോ സറൗണ്ടിങ്സിലോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അയാളുടെ ക്യാബിൽ നിന്ന് കിട്ടിയ ഡെറിഫ്രിജറേറ്റർ ടാബ്ലറ്റിന്റെ പാക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഹി വാസ് സഫറിംഗ് ഫ്രം COPD. സോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാനും കുഴഞ്ഞു വീഴാനുമുള്ള ചാൻസസ് ഉണ്ട്. മാഡം, ബാത്റൂമിന്റെ ഫ്ലോറോട് സ്ലിപ്പറി ആയിട്ട് തോന്നിയില്ല. പിന്നെ ബോഡി ടെമ്പറേച്ചർ സാധാരണ കാണുന്നതിൽ കുറച്ച് താഴെയായിട്ടാണ് തോന്നിയത്. അത് ഈ ബാത്റൂമിലെ ഈർപ്പം നിറഞ്ഞ അറ്റ്മോസ്ഫിയറിന്റെയും കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിന്റെയും ഒക്കെ ആയിരിക്കാം. പിന്നെ മാഡം, അതുപോലെ ബോഡിയുടെ ടെസ്റ്റ് കണ്ട സ്റ്റേ ഞാൻ സാറിനോട് സൂചിപ്പിച്ചിരുന്നു. അത് കോഫിയുടെ തന്നെയാണ് സാർ. നമുക്ക് കോഫി പൗഡറിന്റെ സാമ്പിൾ കൂടി ടെസ്റ്റ് ചെയ്യണം. ആ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പോയ്സൺ വിളിച്ച ലക്ഷണമൊന്നും കണ്ടില്ല. ലൈക്ക് വോമിറ്റിംഗ്, വായിൽ നിന്ന് നുരയും പതിയും വരിക, അങ്ങനെയൊന്നും. പിന്നെ പോയ്സൺ കഴിച്ച് മരണപ്പെട്ട ഒരാളുടെ ബോഡി കിടക്കുന്ന സറൗണ്ടിങ്സിന് ഒരു രൂക്ഷഗന്ധം ഉണ്ടായിരിക്കും. ഫിംഗർ പ്രിന്റ്സിന്റെ റിപ്പോർട്ട് എനിക്ക് 1 hour തരാൻ പറ്റില്ലേ? ഷുവർ. സാർ, പിന്നെ ഒരു പ്രത്യേക പാറ്റേൺ മണിക്കൂർ ടിഷ്യൂ പേപ്പർ നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനകം വരുന്നില്ല സാറേ. സാധനം സ്റ്റേജിലാണ്. സോ ഡ്രസ് ചെയ്യണ കോഫി സ്റ്റേ കഴിക്കാനാണ് ജോൺ മോഷനിലേക്ക് പോയത്. അത് വിഷയം ക്ലിയറാണ്. പിന്നെ ഹൗസ് ക്ലീനിങ് സ്റ്റാഫ് സിന്ധു പറഞ്ഞനുസരിച്ച് ക്യാബിനെ താഴെ കോഫി വേണ്ടി കിടപ്പുണ്ടായിരുന്നു. ഈ വാഷ് ബേസിന്റെ ടാപ്പ് ഓപ്പൺ ആയിരുന്നു സ്റ്റാഫിന് മൊഴിയിലുണ്ടല്ലോ സാറേ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. യെസ്, പക്ഷെ കോഫി ഡ്രസ് ചെയ്യണ ആളത് കഴുകിക്കളയാൻ പോകുമ്പോൾ അത് അയാൾ മാത്രം യൂസ് ചെയ്യുന്ന മോഷനിൽ പോകുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. ലോക്ക് ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സാറേ? ശരി, ലോക്ക് ചെയ്തു. എന്നാലും വാഷ് ബേസിന് തൊട്ടടുത്തുള്ള ഡോർ ഒരാൾക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒന്നും തുറക്കാൻ പറ്റില്ലേ? അതിനുവേണ്ടി ആൾ തീവ്രമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ലോക്കിന് ചുറ്റുമുള്ള നഗപ്പാടുകളാണ് സൂക്ഷിപ്പിക്കുന്നത്. സാറിന്റെ സംശയം വാതിൽ പുറത്ത് ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടാവുന്നതാണോ? അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. വാഷ്റൂമിൽ കീ സെക്യൂരിറ്റിയുടെ കയ്യിലാണ്. എംപ്ലോയി സെബാസ്റ്റ്യൻ കീ വാങ്ങി ഓടി വരുന്ന CCTV ഉണ്ട്. സാറേ, എൻ്റെ ഒരു തോന്നൽ പറയട്ടെ. പുള്ളി കാപ്പി കഴിക്കാൻ വാതിൽ പൂട്ടുന്നത് ശീലമായതുകൊണ്ട് കയറി ഉടനെ പൂട്ടും. ഡ്രസ് കഴുകുന്നതിനിടെ കാല് തെറ്റി തലയിടിച്ചു വീഴും. പോലീസുകാരുടെ അസംഷൻ ഉണ്ടോ? ലോക്ക് തുറക്കാൻ കൂടി ശ്രമിച്ചാൽ, പക്ഷെ അങ്ങോട്ട് അവസ്ഥയിലാകുന്നുണ്ട്. അത് പറ്റുന്നില്ല. അങ്ങനെ ആയിക്കൂടെ സാറേ? വീഴ്ചയ്ക്ക് ശേഷം എഴുന്നേറ്റ് ലോക്ക് ഓർക്കാനൊരു ചാൻസും ഇല്ല. കാരണം വീണ് കഴിഞ്ഞിട്ട് ജോണോട് നായികിട്ട് പോലും ഇല്ല. പിന്നെ കയ്യിലും തലയിലും മറ്റു ഭാഗങ്ങളിൽ എവിടെയും ബ്ലഡ് ആയിട്ടില്ല. ബാത്റൂമിന്റെ ഫ്ലോറിൽ സ്ലിപ്പറി ഇല്ലാത്തതുകൊണ്ട് തെന്നി വീഴാനും ചാൻസ് ഇല്ല. സാറേ, ജോൺ ടോയ്ലറ്റിലുള്ളപ്പോൾ ആകെ 3 സ്ത്രീകൾ മാത്രമാണ് ആ ബാത്റൂമിൽ പോയിട്ടുള്ളത്. പക്ഷെ ഒരു 3 പേര് ബോട്ടൊക്കെ വെള്ളം എടുത്ത് തിരിച്ചു വരുന്ന സമയം എടുത്തിട്ടുള്ളൂ.
അപ്പൊ എന്തായിരിക്കും ആ കട്ടുപോയി തിരിച്ച് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ജോണിന്റെ വീട്ടുകാരൊക്കെ പുള്ളിക്ക് അങ്ങനെ പറയത്തക്ക എന്തെങ്കിലുമൊന്നുമില്ല സാറേ. കക്ഷി 2 കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 ഡിവോഴ്സായി. അതിൽ മക്കളൊന്നുമില്ല. ഈ ഐസക് ജോൺ എന്നൊരു അനിയനുണ്ട്, ഇവാൻ ജോൺ. 6 വർഷങ്ങളായിട്ട് യൂസ് സെറ്റില്ല, നാട്ടിലൊന്നും വരാറില്ല. പിന്നെ ഇവരുടെ അമ്മ നേരത്തെ മരിച്ചുപോയി. അപ്പൻ 2020 മറ്റാണ്. ഈ അനിമലി അവസാനമായിട്ട് നാട്ടിൽ വന്നു അപ്പോഴാണ്. പുള്ളി നല്ല കാശാണ് സാറേ. സ്വത്തിന് വേണ്ടി 2 പേർക്കും അടിക്കേണ്ട കാര്യമൊന്നുമില്ല സാറേ. ഒരു 10 തലമുറ തിന്നാനുള്ള വക 2 പേർക്കുണ്ട്. സാറേ, പിന്നെ ഈ ജോണിന് ഒരു പാർട്ണറുണ്ട്, ഒരു ജിപ്സൺ ജോർജ്. ഈ ജോണിന് ഏറ്റവും അടുപ്പം കോൺടാക്ട് ഈ ജിപ്സൺ ആയിട്ടാണ്. ഇവരുടെ ദുബായ് റിലേറ്റഡ് ബിസിനസ് നോക്കുന്ന ഈ പുള്ളിക്കാരനാണ്. ആള് കുറച്ച് ദിവസം തിരുവനന്തപുരത്തുണ്ട് സാറേ. ഇവരോട് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പാർട്ട്ണർ പരിസ്ഥിതിക്ക് കോടികളുടെ പ്രോഫിറ്റ് ഇൻഷുറൻസിന് വീതം വെക്കണ്ട. സെക്കൻഡറി ഫോൺ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടി വെക്കണം. പിന്നെ എല്ലാ ഫോണിന്റെ സെക്യൂരിറ്റിയോ ഓഫ് ആക്കിയിടണം കേട്ടോ. സാറേ, എന്റെ ഇത്രനാളത്തെ എക്സ്പീരിയൻസ് വെച്ച് സംശയിക്കാനൊന്നുമില്ല. റീൻ സർ, എനിക്കൊരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എക്സ്പീരിയൻസ് കുറവിൻ്റെ ആയിരിക്കാം, പക്ഷെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ സാറേ, ഞാൻ അങ്ങനെയോ റഹീം, I think it's murder. കൊലപാതകം. സാർ എനിക്ക് നമുക്ക് ഒരുപാട് പണിയുണ്ട്. എന്താ സാറേ സത്യം സാർ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. ഇന്നാർക്കും വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുള്ളി ബെബിളിന്റെ മുമ്പിൽ നിന്ന് ജെയിംസ് കൊണ്ട് കളിക്കാം. നോക്കാൻ ലെറ്റർ പോകുന്നത്. സാർ ആള് ചോദ്യം ചെയ്യുന്ന രീതിയിലുണ്ടോ? മിനിമം ചോദ്യങ്ങളുള്ളൂ, അതെല്ലാം എവിഡൻസ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് അപ്പോഴാ കള്ളന്മാരെ പിടിച്ചെടുത്ത പാട സാറേ. ചുമ്മാ ടോയ്ലറ്റിൽ തെങ്ങി വീണത്. നഷ്ടമേ, ഇതിനൊക്കെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അല്ലാതെ പഠിപ്പ് കുഴപ്പമൊന്നുമില്ല. സാറേ, സാറേ ഞാനൊരു ഫാമിലിയാണ്. ഒരു കോൺട്രാക്ട് വർക്കിന്റെ ആവശ്യമുണ്ടോ? ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ പേരെന്താ? അരവിന്ദ്. എന്താ പരിപാടി? ഞാൻ ഈ ഫ്രീലാൻസ് ആയിട്ട് ഡിസൈൻ വർക്കിനെ സബ്മിറ്റ് ചെയ്യാണ്. നീ ഇവിടെ നിന്ന് ഒപ്പിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ? അയ്യോ അല്ല സാറേ, സംഭവം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായ ആർക്കും ഇപ്പം പുറത്തു പോകാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും കുറച്ച് സമയം പോലീസിനോട് സൈൻ ചെയ്യാൻ പറ്റും. ഇയാളാണോ ബോഡി നിങ്ങളുടെ? ഇയാളാണോ ആദ്യം കണ്ടെന്നാ ചോദിച്ചത്? അതെയാണ്. എന്താ ബാത്റൂമിൽ കയറി നോക്കാൻ കാരണം? അത് ജോൺ സാറിനെ വിളിച്ച് ഇയാളൊന്ന് കിട്ടാൻ എഴുന്നേറ്റ്. ജോൺ സാറിനെ വിളിച്ച് കിട്ടാണ്ടപ്പം ജിപ്സൺ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നിട്ട് ഞാൻ ജിപ്സൺ സാറിനെ ക്യാബിൽ നോക്കി. അപ്പോൾ സാറിന് ഫോണിൽ ഇരിപ്പുണ്ടായിരുന്നു. സാറിന് പുറത്തു വരാൻ ഉറപ്പായി. അപ്പോൾ പിന്നെ ടോയ്ലറ്റിൽ കാണാൻ വിചാരിച്ചു. ഒരാൾ വീണ് കിടന്നിട്ട് നിങ്ങൾ എന്താ അയാളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത്? സാറേ ശ്വാസരായി സാറേ. അതുകൊണ്ട് നീ അങ്ങ് തീരുമാനിച്ചു വാങ്ങിച്ചു. നീ ഡോക്ടറൊന്നുമല്ലല്ലോ. അവിടെ ഇവിടെ തൊട്ടിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് നല്ല മനുഷ്യനാ അല്ലേ സാറേ? ഈ ജിപ്സിനെ എന്താ ആവശ്യം വിളിച്ചാൽ തന്നോട് പറഞ്ഞു? അതെന്നോട് പറഞ്ഞില്ല. താൻ നേരത്തെ ജിപ്സിൻ്റെ അടുത്ത് പോയാലായിരുന്നു? ആ 3 വർഷം. ഓ, ജിപ്സിൻ്റെ അടുത്ത് എനിക്ക് നല്ല അടുപ്പാണല്ലേ? അയാൾ എന്തെങ്കിലും വിളിച്ചേപ്പിച്ചാൽ ഇവനത് വൃത്തിയായിട്ട് ചെയ്യും. തൻ്റെ ഒരിട്ട പുറത്ത് നിന്നപ്പം ആദ്യം എന്തെങ്കിലും ശബ്ദം കേട്ടോ? എന്തെങ്കിലും തട്ടി വീഴുന്ന അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ശബ്ദമൊന്നും കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ശബ്ദം കേട്ടോ? നിങ്ങൾ എന്തെങ്കിലും കേട്ടോ? ഇല്ല സർ, ആ സമയത്ത് സിനി ചേച്ചി ഓഫീസ് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ ബാക്ക് ചെയ്യുന്നതിന്റെ ശബ്ദം കാരണം വേറെ സൗണ്ട് ഒന്നും കേട്ടില്ല. നിങ്ങൾ ഈ വാഷ്റൂമല്ലേ യൂസ് ചെയ്യുന്നത്? അല്ല സർ, പുറത്ത് കോറിഡോറിലുള്ള ടോയ്ലറ്റാണ്. അതെ, ടോയ്ലറ്റിൽ പോകുന്നത്. പോയിട്ടോ, ഒന്ന് കൂടെ പോ. വേണ്ട സാറേ, ഒറ്റയ്ക്ക് പോകാൻ. നീ ഒറ്റയ്ക്ക് ഒഴിക്കണം, അല്ലാതെ നിനക്ക് പിടിച്ചില്ലാന്നല്ല പോലീസിനോട്. അതെ, പേര് സത്യം. വാ, നമുക്ക് നടന്നിട്ട് വരാം. വാ. സത്യന്റെ ഡ്യൂട്ടി ടൈം എങ്ങനെ? രാവിലെ 6 മണിക്ക് കയറും സാർ. പിന്നെ വൈകിട്ട് 6:30, 7 മണിയാകുമ്പോൾ രാത്രി നിൽക്കുന്ന വിൽസൺ വരും. ഇന്ന് രാവിലെ ഈ പരിസരമൊക്കെ അടിച്ചു വാരി കത്തിച്ചിരുന്നു? ഇല്ല സാർ, അത് ഇന്നത്തെ ഓഫീസിലുള്ളത് വേസ്റ്റാ. ഓ, ഈ ബിൽഡിങ്ങിന്റെ ബാക്കി ഫ്ലോർസൊക്കെ എന്താ? വെറുതെ ഇട്ടിരിക്കുക സാറ്, എല്ലാം ജോൺ സാറിന്റെ തന്നെയാണ്. പലരും വാടകയ്ക്ക് ചോദിച്ചതാ, ഇതുവരെ കൊടുത്തിട്ടില്ല. സാറിന് പിന്നെ ഇതൊന്നും വാടകയ്ക്ക് കൊടുത്തിട്ട് വേണ്ടല്ലോ. അതെന്താ അവിടെ ഇരിക്കുന്നത്? അത് ഈ മതിലിൽ ആണി മറിക്കാൻ വേണ്ടി കൊണ്ടിട്ടതാ സാർ. അപ്പോഴാ ജോൺ സാറിന്റെ ബാത്റൂമിൽ കീ ചോദിച്ച് വിളിച്ചത്. അപ്പോൾ അത് അവിടെ ഇട്ട് പോയതാ. ഈ ടോയ്ലറ്റിന്റെ ഡ്യൂപ്ലിക്കേക്ക് വേറെ ആരുടെ കയ്യിലുണ്ടോ? ഇല്ല സാർ, അത് എൻ്റെ ഇത് തന്നെയുള്ളൂ. സിന്ധു സത്യന്റെ ഭാര്യയാണല്ലേ? അതെ സാറേ, ചേട്ടനോട് ജോലിക്ക് വന്നിട്ട് കുറേ നാളായി. ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി പോയപ്പോൾ ജോൺ സാറിനോട് സംസാരിച്ച് ആ ഒഴിവിലേക്കാണ് സാറേ ഞാൻ വന്നത്. ഈ ജോൺ ആണെങ്ങനെയായിരുന്നു?
എല്ലാവരുടെ അഭിപ്രായമൊന്നും എനിക്കറിയില്ല സാർ. എല്ലാവരുടെ അഭിപ്രായം നീ പറയണ്ട. ഈ ജോൺ സാർ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ആളാണ്. എൻ്റെ ഈ കൂട്ടുകാർ വയ്യാതിരുന്നപ്പോൾ എനിക്ക് കുറച്ച് കാശും ലീവും ഒക്കെ സാർ തന്നിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിൽ സിന്ധു അറിയിടാറുണ്ട്. നീ കേട്ടാ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഒരു 3 ദിവസം ലീവ് പറയും. ആ മതി. ഈ ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജോലിയൊക്കെ അതിൽ മതി. ജോൺ സാറിന് എല്ലാവരുടെയും കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. ഇതിൽ നിറച്ച പാട് പാക്കറ്റ് പൊട്ടിച്ച് വെച്ചതാണോ അതോ പുതിയ പാക്കറ്റാണോ? പൊട്ടിച്ച് വെക്കാറില്ല സാറേ, തണുത്ത കണ്ടുപിടിക്കും. എന്താ ഫസ്റ്റാണോ? ഈ സ്റ്റോർ റൂം ബാറ്ററി നിങ്ങളല്ലാതെ വേറെ ആരെയും യൂസ് ചെയ്യാറുണ്ടോ? പിള്ളേരിടയ്ക്ക് വന്ന് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാറുണ്ട് സാറേ. വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി അവർ ചായയും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട്. ശരി, സിന്ധു നോക്കാം. സാറേ അവർ ചോദ്യം ചെയ്യാനായി ഓരോരുത്തരെ കോൺഫറൻസ് റൂമിലേക്ക് വിളിക്കട്ടെ. കോൺഫറൻസ് റൂം അല്ലേ ഇവിടെ ജോണിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഈ മുറി മതി. ആർക്കെങ്കിലും എന്തെങ്കിലും കടത്തിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. ബ്രേക്കാം. അതൊരു സൈക്കോളജിയാ. ഓക്കെ സാർ. സാധാരണ 8:30 to 9 ഒക്കെയാണ് ഞങ്ങളുടെ ഓഫീസ് ടൈം. എന്നാലും 9:15 വരെ ലോഗിൻ ടൈം ഉണ്ട് ഞങ്ങൾക്ക് വരാൻ വേണ്ടി. നിങ്ങൾ എത്ര വർഷമായി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു? ഇങ്ങോട്ട് വാ. ആര് പോകാം? സാർ ഈ കയ്യിൽ കോഫി റെസ്റ്റോറൻ്റ് ഉണ്ടോ നോക്കണേ. അല്ല, ടോയ്ലറ്റിന്റെ അകത്ത് നിന്ന് ഫിംഗർ പ്രിന്റ്സ് കിട്ടാത്ത സ്ഥിതിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്ലൗസ് ഉപയോഗിച്ചായിരിക്കും. ഈ ഗ്ലൗസിന്റെ സ്മെല്ലും വൈറ്റ് പൗഡറും എത്ര കഴുകിയാലും കയ്യിൽ നിന്ന് പോയില്ല. പോലീസ് എന്താ റഹീമ് പണി പോകുന്ന പേടിയുണ്ടോ? സാർ നോക്കിയേ. സ്ലീപ്പിംഗ് പിൽസ് ആണല്ലോ. ഉറക്കുള്ള സാർ ഈ ഉറക്കക്കുറവായോണ്ട്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? ഇല്ല സാർ, ഉറക്കക്കുറവായ കാരണം ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാ. ഉറക്കം കുറവാണെങ്കിലും ഈ ആരെങ്കിലും ഉറക്കി കിടത്താനാണ് ഇത് നല്ലതാണ്. ഇതൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എവിടെയും കൊടുക്കരുതല്ലോ. ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാ വാങ്ങിയ പേര് പറഞ്ഞേ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പേര് ഓർമ്മയില്ല സാർ. എന്നാ വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഈനോട് വീട് എവിടെയാണെന്നാ പറഞ്ഞേ? പള്ളിമുക്ക്. ഈ പള്ളിമുക്ക് കോളേജിന്റെ കിഴക്കോ പടിഞ്ഞാറോ? എന്തായാലും ഇത് ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. തൽക്കാലം ഇത് വിളിക്കട്ടെ. ഇനി നമുക്ക് വിളിപ്പിക്കാം. ശരി സാറേ, ഇനി ഗുളിക ഞാൻ നൽകി കൊടുത്തായിരിക്കും. പ്രവീണെ, ഈ തിരക്കിലാണോടാ? ഈ പള്ളിമുക്കിൽ എത്ര മെഡിക്കൽ ഷോപ്സ് ഉണ്ട്? ജോൺ സാർ അങ്ങനെ ആരോടും ദേഷ്യപ്പെടാറില്ല. പക്ഷേ വർക്കിന്റെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ രാജി കഴിച്ചോടെ എങ്ങനെയായിരുന്നു? രാജീവ് സാറായിട്ട് ജോൺ സാർ നല്ല ടേംസിലായിരുന്നു. പിന്നെ ആരുമായിട്ടാണ് ഫ്രണ്ട്സ് അല്ലാതിരുന്നത്? അത് ഈ വിഷയമായിട്ട് ജോൺ സാർ കഴിഞ്ഞ ആഴ്ച വഴക്കുണ്ടായി. ജോൺ സാർ എത്ര ദേഷ്യപ്പെട്ട് ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. സാറങ്ങ് ഉച്ചെടുത്തിട്ട് ശ്വാസം കിട്ടാതെ പോയി. ഞങ്ങളെല്ലാവരും തന്നെ ശരിക്കും പേടിച്ചേ സാറേ. ഞാൻ ചെയ്ത വർക്കേണ്ട സമയം ചെയ്തിട്ട് അതെനിക്ക് ദേഷ്യം വിഷമൊക്കെ തോന്നിയത്. ജോലി നിർത്തിയായിരുന്നു അറിയില്ല സാർ. സാർ ഇവിടെ ജോൺ സാറിനെ ചെയ്തേക്കുന്നുണ്ട് സാർ.
ഞാൻ ദേഷ്യത്തിൽ ജോൺ സാറിന്റെ ലാപ്ടോപ്പിൽ അവിടെ കൊടുത്തു. സാധാരണ കഴിഞ്ഞ നടന്ന സംഭവം. നിനക്കൊരു കള്ളലക്ഷണം സംസാരിക്കില്ല. ജോൺ ഇവിടെ പോകും ക്യാബിൻ ലോക്ക് ചെയ്യണോ? ലോക്ക് ചെയ്യാറില്ല. പിന്നെ രാജീവ് സാറിന് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ കയറുള്ളൂ. സാർ അറിയിപ്പിനും ഫ്രണ്ടാ സാർ. എടുത്ത് ലൗഡ് സ്പീക്കർ ഇടും. നിങ്ങൾ പുറത്തു പോയി കുടിക്കുന്നത് അവിടുത്തെ നല്ല ചായ സാറിന് കഴിക്കാതെ കാണും. സിഗരറ്റ് വലിക്കല്ലേ? ഇടയ്ക്ക് കൈക്ക് എന്താ പറ്റിയ കാഴ്ച? സാർ അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാ. ഇത് ഇന്ന് പറഞ്ഞാൽ അതെ സാർ, ഇന്ന് പറഞ്ഞ എൻ്റെ ടേബിളിൻ്റെ മൈക്ക് കൊടുത്തിരിക്കും, അതിൽ കൊണ്ടാ. ഓ ശരി നോക്കാം. റെയിനും കുളിച്ചല്ലേ? അതവിടെ കൊണ്ടാ മുന്നേ കാണിച്ചു കൊടുത്തേരെ. സാർ ഈ പീസിൽ കൊണ്ടാ. ഇവിടെ തൊട്ടാൻ പിടിക്കാനുള്ള തെളിവെടുപ്പാ. ഈ മഴ എന്താണെന്ന് തീരുമെന്ന് തോന്നുന്നില്ല. സാധനത്തിലത്തേക്കില്ല. എത്ര ലേറ്റായി ഞാൻ എത്തും. ഞാൻ വിളിക്കാം. അവർക്ക് എന്തൊരു കളരേഷണം. ഒന്നും സാറേ, ബാഗാ. ബാഗാന്ന് മനസ്സിലായി. നീ എന്താ അതിനകത്ത് തപ്പിക്കൊണ്ടിരുന്നത്? ഞാൻ വെറുതെ നോക്കി. എന്നെ കണ്ടപ്പോ എന്താണ് ചോദിച്ചത്? ഒന്നുമില്ല സാറേ. എടുക്കടാ. എടുക്കാൻ. സാറേ, സാറേ എനിക്കറിയാതെ റബ്ദം വരുമോ സാറേ? സാറേ എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ പോലീസ് വരും. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. നീ മിണ്ടരുത്. അവന്റെ ഒരു അഭ്യാസം. ആദ്യം ഇവിടുത്തെ കാര്യത്തിൽ ഒരു തീർപ്പാക്കട്ടെ, എന്നിട്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാം. സാറേ പറ്റിപ്പോയി സാറേ. സാറേ നീ ഒരു മാസം ഞാൻ പോയില്ല. അവിടെ ഇരിക്കടാ. നിന്റെ കിടുന്നാമയ്ക്ക് ഞാൻ വരുന്നത്. അവന്റെ ഒരു മൂത്രം. ജിപ്സൺ സാർ. അറിയാം, ഇതാണ് ജിപ്സൺ, ജോണിന്റെ പാർട്ണർ. അതെന്താ അയാൾ ഒരുമിച്ചിരിക്കുന്നത്? അത് വേറൊരു ഇഷ്യൂ. ജിപ്സൺ നാട്ടിലെത്തിയേ കഴിഞ്ഞ വെനസ്ഡേ ഒരു മാരേജ് ഫംഗ്ഷൻ വന്നിട്ട് ജോൺ മീറ്റ് ചെയ്തില്ലേ? ഇല്ല, ഓണർ കോൺടാക്ട് ഉണ്ടായിരുന്നു. ജോണി എന്നാൽ ലാസ്റ്റ് നേരിട്ടാണത്. 2 ആഴ്ച മുമ്പേ ദുബായിൽ വെച്ചു. പുള്ളി ഇന്ന് രാവിലെ കോൺടാക്ട് ചെയ്തിരുന്നു. 2-3 തവണ വിളിച്ചു. അത് ലൈനിൽ കിട്ടിയില്ല. ഒരു ഇമ്പോർട്ടൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാജീവിനെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷമാണ് കാര്യങ്ങൾ അറിഞ്ഞത്. നിങ്ങളങ്ങനെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയത് നിങ്ങൾ പണ്ടേ സുഹൃത്തുക്കളായിരുന്നു? ആക്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പല്ല ഞങ്ങൾ പാർട്ട്നേഴ്സ് ആക്കിയത്. എൻ്റെയും ജോണിൻ്റെയും ഫാദർ തുടങ്ങി വെച്ച ബിസിനസ് പിന്നീട് ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ജിപ്സൺ ഫോണൊന്നും അൺലോക്ക് ചെയ്ത് തന്നെ. സാർ ഫോൺ ഫോൺ നോക്കാം. ജോണിന്റെ പേരിലല്ലോ. അപ്പം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ഐ മീൻ ജോണിന്റെ മക്കളും കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങളുടെ ഇടയിൽ അതിനൊരു ധാരണ ഉണ്ടായിരുന്നു. ജോണിൻ്റെ കാലശേഷം തന്നെ സ്വത്തുക്കളെല്ലാം അനീയമായി കിട്ടുന്ന രീതിയിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിപ്സൺ ഈ വാലുമായിട്ട് പരിചയമുണ്ടോ? പരിചയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യുഎസിലായിട്ട് വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ബില്ലായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഈ പാർട്ട്ണർഷിപ്പ് അല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ? ഇതല്ലാതെ വേറെ ബിസിനസ്സുകളുണ്ട്. എൻ്റെ കൂടുതൽ ദുബായ് ബേസ്ഡാണ്. ജോൺ ശത്രുക്കൾ ആരെങ്കിലും അറിയോ? ബിസിനസ് അല്ലേ സാർ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം നമ്മൾ ശത്രുക്കളായി കാണുന്നു. എന്തായാലും ഒരു 2 വീക്സ് ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ഷുവർ സാർ. ഒരു മാന്യനാന്ന് തോന്നുന്നു.
ചിലപ്പം കൊലപാതകമാണോ അതോ തെന്നി വീണാന്നൊരു ഡിസൈഡും ഇല്ല കേട്ടോ, ഒന്നും അറിയുന്നില്ല. കാറിലെന്തോ വരച്ചിരിക്കുക. കൊച്ചു വണ്ടി കുരുത്തക്കേട് കാണിച്ചു സാറേ. പിന്നെ എന്തോ ഓർമ്മ വന്നു. സാറില്ല കൊച്ചുകുട്ടിയല്ലേ? പിന്നെ എവിടെയോ പോയപ്പോൾ ഇത് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ അവിടുത്തെ കുട്ടിക്ക് ഇതാണ് ഇവൻ്റെ കാറിൽ. ആ പ്രവീണേ, സാറേ സംഭവം കിട്ടിയിട്ടുണ്ട്. പള്ളിമുക്കിലുള്ള ഒരു കീച്ചേരി ഫാർമസിന്നാണ് ഈ ടാബ്ലറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒരു കുരിയർ പോസ്റ്റ്മാനാണ് സാറേ. ഓക്കെടാ, താങ്ക് യു. ഞാൻ വിളിച്ചോളാം. ഓക്കെ സാർ. ആ പുറത്ത് കിടക്കുന്ന 2244 റൈറ്റിൽ ആരുടെയാ? സാറേ എൻ്റെ ഒരു സാറേ. അതിന്റെ ഫ്രണ്ട് ബമ്പറിന്റെ താഴെ ഒരു ചിത്രപ്പണി ഉണ്ടല്ലോ. ആ സാറേ എൻ്റെ ഓഫീസ് പണിയാ. എന്താ സാറേ? ഏയ് വെറുതെ കണ്ടു ചോദിച്ചേ. എനിക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ടോ. Yes, sir. Sir. പോലീസ് എടുത്തിട്ട് എന്തോ പറഞ്ഞു സ്വകാര്യ. അതിൽ ആരുടെ ഫോൺ? ആ ബ്ലൂ കളർ എമ്മയുടെ ഫോൺ. Sir. ഫോൺ ചെക്ക്. Sir. ഇതാണ് ആരുടെ ഫോൺ? ശരി, നീ പോകും. ഇനിയും കൂടെ വേറെ കാര്യം നടത്തിയിട്ടുണ്ടോ? ഓക്കെ സർ. മാപ്പ് നോക്കണം. മാപ്പ് നോക്കിയിട്ട് എന്താ പറയാ. സർ. അല്ല, ഞാൻ കേട്ടോ. അവനോടേക്ക് പോകണം കേട്ടോ. എനിക്കെന്തോ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം എന്തോ പോകണം. എനിക്കൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. ഡോക്ടറിനെ കാണാൻ. പിന്നെ കാറിൽ വരച്ചില്ലേ ഒരു കുട്ടി, അവിടുത്തെ ഡോക്ടറിനെ കാണാൻ കേട്ടോ. ഈ വണ്ടിയിലെ വരാറില്ലല്ലോ. മനസ്സിലായില്ല. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. അച്ഛൻ മരിച്ചപ്പോ വരാൻ പറ്റിയില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. കൃഷ്ണ സാറും കുര്യൻ സാറും എന്തൊരു കൂട്ടായിരുന്നു. സാർ ഇവിടെ ഉണ്ടോ? സാർ അകത്തുണ്ട്. അങ്ങനെ കാണട്ടെ. ശരി, നോക്കൂ. ഇപ്പൊ ഒരു ബസ് ഉണ്ട്. ശരി, കാണാം. ആരാണ് കുര്യൻ സാറ്? ഹലോ, സാറേ ഇവരിപ്പോ എന്താ ചെയ്യണ്ടേ? പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ പിടിച്ചെടുത്തോ? സംഭവമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ തന്നെ വരും. എന്നിട്ട് തീരുമാനിക്കാം. പിന്നെ പുറത്തുനിന്ന് ആരെയും മാത്രോട്ട് കേട്ടത്. ഫ്രണ്ട് ഗേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സാർ. ശരി. അങ്ങേര് വന്നതിന് ശേഷം വിടാൻ പാടുള്ളൂ. എനിക്ക് വൈകിട്ട് വെള്ളവടി പാർട്ടി ഉണ്ടായിരുന്ന അത് അതെ, സാറൊന്ന് പുറത്തു പോയിക്കുക. സാറ് വന്നതിന് ശേഷമേ നിങ്ങളെ വീട്ടിൽ വിടുന്ന കാര്യം പരിഗണിക്കും. സാറേ എന്റെ കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഒരുപാട് വൈകി ശരിയാവില്ല. സാറേ ഒത്തിരി ലേറ്റ് ആവോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാറ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റും. ഇനി ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങനെ വെക്കോ? എന്താ പോട്ടെ? നിനക്ക് പോകണോ? നീ എന്തായാലും ഒരു 5-6 മാസം കഴിഞ്ഞേക്ക് വീട്ടിലാണുള്ളൂ. ഉറപ്പാ. അപ്പോൾ ഗോളം എന്ന സിനിമയിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പ്ലോട്ട് തന്നെയാണ്. ഒരു ബിസിനസ്സുകാരൻ മരിക്കുന്നുണ്ട്. അവൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഒരു ബാത്റൂമിൽ വെച്ച് മരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പോലീസുകാരൻ പറയുന്നു തെന്നിമണ് മരിച്ചതാണെന്നുള്ളത്. നമ്മുടെ നായകൻ പറയുന്നത് മരണമാണെന്നുള്ളത്. അപ്പോൾ അവനെ കൊന്നതാണോ അതോ അവൻ കാൽ തെറ്റി വീണതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ കേസ് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊരു സംശയം തോന്നി. ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഒരാളുടെ ഫോൺ നോക്കിയിട്ട്. എന്താ സംഭവം കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അറിയുള്ളൂ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ താഴത്തെ കമൻറ്റായി രേഖപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.